രാജ്യത്താകെ ചർച്ചയായ പാറ്റ സമരം അവസാനിച്ചു. പാറ്റകളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ച് കേന്ദ്രമന്ത്രി രാജിയും വെച്ച് കഴിഞ്ഞു. ഇനി എന്തായിരിക്കും പാറ്റകളുടെ ഭാവി? നമ്മളോടൊപ്പം സംസാരിക്കാനുള്ളത് ആം ആദ്മി പാർട്ടിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PT തുഫൈലാണ്. അദ്ദേഹം മാധ്യമപ്രവർത്തകൻ കൂടിയാണ്. ഇത്രയും കാലം ഈ സമരത്തെ നിരീക്ഷിച്ചതിൽ നിന്നും സമരത്തിന് പിന്നിലുള്ള ആളുകളുടെ സ്വഭാവം പഠിച്ചതിൽ നിന്നും എന്താണ് പാറ്റകളുടെ ഭാവി എന്നാണ് തുഫൈൽ ജി പ്രതീക്ഷിക്കുന്നത്? ഇത് എനിക്ക് തോന്നുന്ന ഒരു 2012-11 കാലഘട്ടത്തിലെ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ ഒരു ബാക്കി പത്രമായിട്ട് വരുന്ന പോലെയാണ് എനിക്ക് കാണാൻ പറ്റുക. കാരണം ഞാനൊക്കെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ വളരെ ഇൻസ്പയർഡ് ആയിട്ടില്ല, ഇല്ലെങ്കിൽ അത് കണ്ടു വളർന്ന ഒരു ജനറേഷൻ എന്നുള്ള നിലക്കാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ഡൽഹിയിലും മാധ്യമപ്രവർത്തനം തുടങ്ങുന്ന സമയം എന്ന് വെച്ചാൽ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെ തുടക്കമായിരുന്നു. ആ സമയത്ത് ഇത് പറഞ്ഞു ഗവൺമെൻറ്റിൽ ഭയങ്കര കറപ്ഷൻ അറ്റ് ഹൈ പ്ലേസസ് എന്ന് പറഞ്ഞ പോലെ 2G കേസ്, അങ്ങനെ ഒത്തിരി കേസുകൾ വന്നിട്ട്, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി. അപ്പോൾ അങ്ങനെ അഴിമതിക്കെതിരിൽ വലിയൊരു മൂവ്മെൻറ്റ് ഇന്ത്യയിൽ ഉരവം കൊള്ളുന്നൊരു സമയമായിരുന്നു. NDA സർക്കാർ വരാൻ കാരണക്കാരനായിട്ടുള്ളതിൽ ഒരു പങ്ക് വഹിച്ച സമരം അല്ലേ? തീർച്ചയായിട്ടും. കാരണം അത് ഭരണത്തിൽ വലിയ കറപ്ഷൻ അറ്റ് ഹൈ പ്ലേസസ്, വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നു, ഭരണ സംവിധാനങ്ങൾ മൊത്തം അഴിമതിയിൽ മുങ്ങി കുളിച്ചിരിക്കുന്നു എന്നൊരു ഫീലിംഗ് ആണ് മൊത്തത്തിലുണ്ടായിരുന്നത്. അത് രാജ്യം മുഴുവൻ ഇളക്കി വിടുകയും രാജ്യത്തെ എല്ലാ ആളുകളും അതിനെതിൽ വലിയൊരു വികാരം ഉണ്ടാവുകയും ഒരുമിച്ച് വരികയും അങ്ങനെ ഒരു മുന്നേറ്റമായിട്ട് മാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം എനിക്ക് ഓർമ്മ വരുന്നത് നിർഭയ സമരമാണ്, റേപ്പിനെതിരെ. അത് സ്ത്രീകൾക്കെതിരിൽ വലിയ അതിക്രമങ്ങൾ നടക്കുന്നു. രാജ്യത്ത് എവിടെയും സുരക്ഷിതത്വം ഇല്ല പൗരന്മാർക്ക്, രാജ്യ തലസ്ഥാനത്ത് പോലും സുരക്ഷിതത്വം ഇല്ല, അക്രമങ്ങൾ പല രീതിയിൽ കൂടുന്നു, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെതിരിൽ എന്നൊക്കെയുള്ള, പ്രത്യേകിച്ച് പെൺകുട്ടികളെല്ലാം വലിയ രീതിയിൽ വിദ്യാഭ്യാസ രംഗത്തേക്ക് മറ്റൊക്കെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു തോന്നുന്നു അത് രാജ്യത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു സംഭവമായും അതും രാജ്യവ്യാപകമായിട്ട് വലിയ രീതിയിലൊരു സമരം വരികയും ചെയ്തു. ഇപ്പോൾ അതിനുശേഷം വരുന്ന പിന്നെ ഒരു BJP സർക്കാരൊക്കെ വന്നു, ഇത്തരത്തിലുള്ളൊരു സമരം പിന്നെ വന്നില്ല. കർഷക സമരം ആണെങ്കിൽ പോലും അത് എല്ലാവരെയും പിടിച്ചുലച്ച ഒരു സമരം എന്ന് പറയാൻ പറ്റില്ല. അതൊരു കർഷകരാണ്, പിന്നെ അതിനോട് അനുഭാവമുള്ള സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു വിഭാഗം പുറത്തുനിന്നും വന്നു എന്നേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഒരുപോലെ യാതൊരു രീതിയിലുള്ള മറ്റ് ഒന്നുമില്ലാതെ എല്ലാവരും ഒറ്റ മനസ്സോടുകൂടി വന്നിട്ടുള്ളൊരു സമരം പിന്നീട് വന്നിട്ടുണ്ടാവുക ഈ പറയുന്ന കോക്രോച്ച് സമരം തന്നെയാണ്. അപ്പോൾ അതിന് കാരണമായിട്ട് നമ്മൾ പറയുന്നത് ചീഫ് ജസ്റ്റിസിൻ്റെ പാറ്റ എന്നുള്ള ഒരു പരാമർശവും, വിദ്യാഭ്യാസം ഇതാവാൻ്റെ യുവാക്കൾ അൺഎംപ്ലോയിഡ് ആയിട്ട് ഇത്തരത്തിൽ പാറ്റകളെ പോലെ പെരുമാറുന്നു എന്നൊക്കെയുള്ള അതിനെ വളരെ സറ്റാരിക്കലായിട്ട് ആക്ഷേപഹാസ്യം പോലെ യുവാക്കൾ ജൻസികൾ അത് ഏറ്റെടുക്കുകയും എന്നാൽ പിന്നെ അതൊന്നും നോക്കണമല്ലോ എന്നുള്ള രീതിയിൽ. അതേസമയം തന്നെ ഈ പറഞ്ഞ പോലെ മെഡിക്കൽ നീറ്റ് എക്സാമിലൊക്കെയുള്ള പേപ്പർ ലീക്ക് അതൊരു വലിയൊരു പ്രശ്നമായി. ഗൗരവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതെ. ഞങ്ങൾ ഭാവി ചോദിച്ചുകൊണ്ട് ഞാൻ അതിന്റെ എന്താണ് അതെന്ന് നമ്മൾ കറക്റ്റ് ഒരു അനാലിസിസ് നടന്നാൽ നമുക്ക് അതിന്റെ ഭാവി എന്താണെന്നുള്ളത് പറയാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പൊ അതില് പാർട്ടികൾ ഒരു രാഷ്ട്രീയ പാർട്ടി ആവുമോ, അതോ എന്തായിരിക്കും? ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് ഉരവം കൊണ്ട് നോക്കണല്ലോ. അപ്പൊ ഇതൊരുണ്ട് ആളുകൾ മൊത്തം മനസാക്ഷി ഞെട്ടിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നു. അപ്പൊ അതില് ജൻസികളായിട്ടുള്ള അവരുടെ പാർട്ടികളോട് സമാനമായിട്ട് ഉപമിച്ചു ചീഫ് ജസ്റ്റിസ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ട് അത് വലിയ രീതിയിലൊരു പ്രക്ഷോഭമായിട്ട് വരാൻ തുടങ്ങി. അപ്പൊ അതിൽ പറഞ്ഞ പോലെ നീറ്റ് പേപ്പർ ലീക്ക് വലിയൊരു ഇഷ്യൂ തന്നെയാണ്. അപ്പൊ അത് പേപ്പർ ലീക്ക് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ മത്സര പരീക്ഷകളുടെ പുതുതലമുറയ്ക്ക് കൊടുക്കുന്ന വലിയൊരു പ്രഷറുണ്ട്. അത് ഇപ്പോൾ കോട്ടയിലൊക്കെ രാജസ്ഥാനിൽ നമുക്കറിയാം ലീക്ക് വരാതെ തന്നെ, പേപ്പർ ലീക്ക് ഇല്ലാത്തപ്പോൾ തന്നെ ഒരുപാട് കുട്ടികളാണ് അവിടെ സൂയിസൈഡ് ചെയ്യുന്നത്. നമുക്ക് ഒത്തിരി കേസുകൾ അവിടെ കാണാൻ പറ്റും. കാരണം അവിടെയൊക്കെ കോട്ടയം വെച്ചാൽ കോച്ചിങ് ഹബ്ബാണ് ഇത്തരം നീറ്റ് പോലെയുള്ള പരീക്ഷകളുടെ. അപ്പോൾ അവിടെ സ്റ്റുഡൻസ് 10ാം ക്ലാസ് 11, 10 കഴിഞ്ഞാൽ തന്നെ +1 +2 അവിടെ തന്നെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം. പക്ഷേ എനിക്ക് ഒരു വിരോധാഭാസമായി തോന്നിയിട്ടുള്ളത് ഇവിടുത്തെ ഈ കോച്ചിങ് സെന്റർ ആളുകളും അവിടെ പോയി സമരം നടത്തിയതാണ്. ഇപ്പം സൈലം കോച്ചിങ് സെന്റർ നമ്മളറിയാം, ഇവിടുത്തെ പ്രശസ്തമായ കോച്ചിങ് സെന്ററാണ്. അതിൻ്റെ ഒരു പാർട്ട്ണർ അതിലുള്ള ഒരാൾ അനന്തു, അയാളും അവിടെ സമരത്തിന് പോയിട്ടുണ്ട്. ഇവർ എന്ത് ഇന്റൻഷനോട് കൂടിയാണ് അവർ സമരത്തിന് പോയിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു സംശയം. അല്ല, ഒരു സമരം വരുമ്പോൾ പിന്നെ ആളുകൾ അതിനെ പല രീതിക്കായിരിക്കും കാണുന്നുണ്ടാവുക. അദ്ദേഹം ചിലപ്പോൾ പേപ്പർ ലീക്ക് എന്നുള്ളതായിരിക്കും. പേപ്പർ ലീക്ക് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോച്ചിങ് സെന്ററിനെ അത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ രീതിക്കായിരിക്കാം. അപ്പം ഓരോരുത്തർക്കും ഓരോ ഇന്റൻഷൻ ആയിരിക്കും ഓരോ സമരത്തിലുണ്ടാവുക. അപ്പം എന്തായാലും ഇത് വലിയൊരു ഒരു ജൻസി ഇതെന്നുള്ള രീതിക്ക് നമ്മളിത് മറ്റ് രാജ്യങ്ങളിലൊക്കെ അത് കാണുകയും ചെയ്തു. ഇപ്പം പിന്നെ എങ്ങനെയാണ് ഓരോ സമരങ്ങൾ ഉരുത്തിരിയുന്നത് എന്നുള്ളത്. ഒരു ഡിജിറ്റൽ ഏജിൽ സമരങ്ങൾ എങ്ങനെയും പൊട്ടിപ്പുറപ്പെടാം, അതിന് എങ്ങനെയും ആളുകളായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ളൊരു സംഗതി ഉണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ ആഴത്തിൽ വിശകലനം ചെയ്തിട്ട് എങ്ങനെയാണ് പോകുന്നത്, അതിനൊരു മൂർത്തമായിട്ടുള്ളൊരു രൂപം കൈക്കൊള്ളാൻ പറ്റുന്നുണ്ടോ, അതിൽ കുറേ ജെന്യൂൻ ഇഷ്യൂസ് ഉണ്ടാവും. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അതിൽ കയറിക്കൂടും. അപ്പം അത് ഒരു മൂർത്തമായിട്ടുള്ളൊരു രൂപം കൊള്ളുക എന്നുള്ളത് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് മാറി. ആം ആദ്മി പാർട്ടിയായിട്ട് അണ്ണാ ഹസാരേക്കും കേജ്രിവാളിനും പ്രധാനപ്പെട്ട ഒരു അഭിപ്രായ വ്യത്യാസം തന്നെ അതായിരുന്നു. ഹസാരെ അത് പാർട്ടി ആക്കരുത് എന്ന് പറഞ്ഞു, കേജ്രിവാൾ എന്നാൽ അതിനെ പാർട്ടി ആക്കണം
എന്നുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹത്തിനെ പാർട്ടിയാക്കുകയും ചെയ്തു. അപ്പൊ ഇതിന്റെ പിന്നിലും അതുമായി ബന്ധപ്പെട്ട ആളുകൾ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമുക്കൊരു സംശയം, വീണ്ടും പുതിയ രൂപത്തിലാണോ പാറ്റകൾ വരുന്നത്, ആം ആദ്മിയുടെ തന്നെ ഒരു വേറൊരു പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ വരികയാണോ, അങ്ങനെ ഒരു സംശയം വരുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ആന്റി കറപ്ഷൻ മൂവ്മെന്റിനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചത്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പാറ്റ മൂവ്മെന്റിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെല്ലാം ആം ആദ്മി പാർട്ടിയുമായിട്ട് ഒരിക്കൽ ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ അതിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടവരാണ്. ഈ പറയുന്ന അഭിജിത് ദീപ്ക ആണെങ്കിലും അതിന്റെ മുഖ്യ വക്താക്കളിൽ ഒരാളും ഇവരൊക്കെ ഒരു ആം ആദ്മി പാർട്ടിയുടെ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊരു ഇൻസ്പിറേഷൻ കിട്ടിയ ആളുകളാണ് തീർച്ചയായിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. പാറ്റകൾ ഒരു രാഷ്ട്രീയ മൂവ്മെന്റായി മാറാനുള്ള സാധ്യത ഇപ്പോഴും ഉണ്ട്. അത് എത്രത്തോളം പ്രഷർ ഗ്രൂപ്പ് ആവും അല്ലെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റില്ല. അതൊരു മേജർ ഡിസ്കഷൻ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അന്ന് കേജ്രിവാൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയും പിന്നെ കേജ്രിവാളിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയിട്ടുള്ളൊരു സംഭവം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രീതിയിൽ അപ്പോൾ പോലും നമ്മൾ പലപ്പോഴും സംശയിച്ചൊരു സാധനം ഇത് എന്തൊരു ഐഡിയോളജിയുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ള രീതിക്കാണ്. അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ ഒരു പോസ്റ്റ് ഐഡിയോളജിക്കൽ പാർട്ടിയാണ് എന്നൊക്കെ രീതിയിൽ അതിനെ പൊസിഷൻ ചെയ്തെങ്കിലും ഒരു പാർട്ടി ആകുമ്പോൾ അതിനൊരു ഐഡിയോളജി വേണം, അതിനൊരു ഇക്കണോമിക് നയം വേണം. ഇതൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ എന്നുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു. അപ്പോൾ കേജ്രിവാൾ അതിനെ മറികടന്നത് ഡൽഹിയിൽ ഇതൊരു വെൽഫെയർ ഓറിയൻറ്റഡ് ആയിട്ട് പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ സൗജന്യ വൈദ്യുതി, സൗജന്യ വെള്ളം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ട് ഒരു വെൽഫെയർ മെഷറിലൂടെയാണ് അദ്ദേഹം ഒരു പുതിയൊരു ഐഡിയോളജി രൂപപ്പെടുത്താൻ ശ്രമിച്ചത്. പക്ഷേ എങ്കിൽ പോലും അതിന് ഒരു അഴിമതി ആരോപണം വന്നപ്പോഴേക്ക് തന്നെ അതിനെ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. അപ്പം ഇത് എത്രത്തോളം ഇതും അതിൽ കേജ്രിവാൾ എന്നുള്ളൊരു ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ പുറകിൽ ഒത്തിരി പേര് ഇതിന് ഒരു ഐഡിയോളജി ഇല്ലെങ്കിൽ പോലും അതിനൊരു ഒരു കൊഹീസീവായിട്ടൊരു ഇത് കൊടുക്കാൻ പറ്റിയ ഒത്തിരി ഫിഗേഴ്സ് നാഷണൽ ഫിഗേഴ്സ് അതിലുണ്ടായിരുന്നു. ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഏത് രീതിക്ക് മുന്നോട്ട് പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണുകയും ചെയ്യാൻ പറ്റും. അപ്പം ഞാൻ ചോദിക്കുന്ന വേറൊരു ചോദ്യം വെച്ചാൽ ഇവരെല്ലാം ജെൻസി എന്ന് തന്നെ നമ്മൾ വിശേഷിപ്പിക്കുന്നു. ഈ ജെൻസികൾ അവർക്ക് ഒരു പക്ഷേ ഇങ്ങനെ ഐഡിയോളജിക്കൽ സപ്പോർട്ട് ഇല്ലെങ്കിലും അവർ ഈ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വന്നെന്നുള്ളൊരു പോസിറ്റീവായി കാണാൻ പറ്റും. ജെൻസികൾ അരാജകവാദികളാണ്, രാഷ്ട്രീയമില്ല, അവർക്ക് അവരുടെ ജീവിതം തോന്നിയ പോലെയാണെന്നൊക്കെയാണ് നമ്മൾ പൊതുവായിട്ട് ഇവിടെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. അപ്പം അതിന് പകരമായിട്ട് അവർക്ക് ഒരു രാഷ്ട്രീയ ബോധം സൃഷ്ടിക്കാൻ ഈ സമരം വഴിവെച്ചു എന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും. തീർച്ചയായിട്ടും ജെൻസികളെ നമുക്ക് ഒരിക്കലും അരാഷ്ട്രീയവാദികളെന്ന് പറയാൻ പറ്റില്ല. അത് ഖലീൽ ജിബ്രാൻ മറ്റേ കവിതയിൽ പറഞ്ഞ പോലെയാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ എല്ലാവരും നമ്മളിലൂടെ വന്നു എന്നേ ഉള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. അവരുടെ ചിന്തകൾ നാളെക്കുറിച്ചുള്ള ചിന്തകളാണ്, അവർ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അപ്പം ഈ സമരത്തിൽ പോലും നമ്മളത് കാണുന്നത്, നമ്മളിവിടെ പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടാൽ ഏറ്റവും കൂടുതൽ സഹായങ്ങളായിട്ട് കോവിഡ് വന്നപ്പോഴും സഹായങ്ങൾ അല്ല, ഞാൻ ഉദ്ദേശിച്ച അവരുടെ ഇടപെടലുകളല്ല, അവരൊരു പൊളിറ്റിക്കൽ ഒരു താല്പര്യങ്ങൾ പലപ്പോഴും ഇല്ല. അവർ ഈ പൊളിറ്റിക്സിനോടൊക്കെ മുഖം തിരിഞ്ഞ് വോട്ട് ചെയ്യാൻ പോലും പോകാറില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു കേരളത്തിൽ പൊതുവായിട്ട് അങ്ങനെ ഒരു സമീപനം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അല്ല, എൻ്റെ അഭിപ്രായ പ്രകാരം ജെൻസികൾ വളരെ പൊളിറ്റിക്കലി അവെയർ ആയിട്ടുള്ള ആളുകളാണ്. അവരുടെ നമ്മളുടെ പൊളിറ്റിക്സ് അല്ല എന്നുള്ളതേ ഉള്ളൂ. അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള, അവരെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു മൂവ്മെന്റിനും ഒരു പാർട്ടിക്കും ഇനി മുന്നോട്ട് പോകാനും കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പം നമ്മൾ ഇത് പറഞ്ഞു, അവർ രാഷ്ട്രീയ പാർട്ടി ആവുമോ അല്ലെങ്കിൽ ആവാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അങ്ങനെ ഒരു പാർട്ടി ആവുകയാണെങ്കിൽ, അങ്ങനെ വരികയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഗുണഫലം അനുഭവിക്കുന്ന ആരായിരിക്കും? അത് നമുക്ക് അങ്ങനെ പറയുന്നതിൽ അർത്ഥമില്ല. അതിപ്പം ഏത് പാർട്ടി വന്നു കഴിഞ്ഞാലും ആത്യന്തികമായിട്ട് അത് അവർക്കാണ് ഗുണം. ഫലമായിട്ട് ആർക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് അങ്ങനെ ഇതാകും. ഇപ്പൊ എല്ലാ പാർട്ടികളും അത് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അല്ല, പ്രതിപക്ഷം അവരെ ആ സമരത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ അതിന് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു. CPM ഇവിടുന്ന് വണ്ടി വിളിച്ചു പോയി, അപ്പോഴേക്കും സംഭവം കഴിയുകയും ചെയ്തു. പക്ഷെ CPM-നും അതിന്റെ ക്രെഡിറ്റ്, കേരളത്തിൽ അവർ ലഡു വിതരണം പോലെയുള്ള കാര്യങ്ങൾ നടത്തുന്നു. ഈ സമരത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ ഈ സമരം ഞങ്ങൾക്ക് ഗുണകരമാവുന്ന ഇവരെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. തീർച്ചയായും അവർ പ്രതീക്ഷിക്കുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ. പക്ഷെ അത് ജെൻസികൾക്ക് അത് മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധ്യം ഉണ്ട് എന്നുള്ളതാണ് അവർ മനസ്സിലാക്കാത്തത്. ഇത് ആര് ഹൈജാക്ക് ചെയ്യാൻ ശ്രമിച്ചാലും, ആര് ക്രെഡിറ്റ് എടുക്കാൻ നോക്കിയാൽ അത് ജെൻസികളുടെ കണ്ണിൽ തന്നെ അവർക്കത് പരിഹാസ്യമായിട്ടേ തോന്നുള്ളൂ. അവർക്ക് ആവശ്യമുണ്ട്, ഒരു സപ്പോർട്ട് ആവശ്യമുണ്ട് അവർക്ക്. തീർച്ചയായിട്ടും മുഖ്യധാര പാർട്ടികളിൽ നിന്ന് ഒരു സപ്പോർട്ട് ബേസ് അവർക്ക് കിട്ടുക, അവരൊരു പിന്തുണ ലഭിക്കുക, അതിൻ്റെ ലീഡേഴ്സ് അവിടെ വരിക എന്നുള്ളതൊക്കെ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടതാണ്. അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നു, അവരത് ആശാഭമായിട്ട് നോക്കിക്കാണുകയും ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനോ ഹൈജാക്ക് ചെയ്യാനോ വേണ്ടിയുള്ള ഏതെങ്കിലും രീതിയിലുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നടക്കുന്നില്ല എന്നല്ല, നടക്കുന്നുണ്ട്. ആ നടക്കുന്നവർ തിരിച്ചറിയുന്നുണ്ട്. അത് അവർക്ക് പരിഹാസ്യമായിട്ട് അവർ കാണുകയും ചെയ്യുള്ളൂ. BJPക്ക് ഇത് ഒരു പ്രത്യക്ഷത്തിൽ നോക്കിയാൽ ഇപ്പോൾ താൽക്കാലിക ഡാമേജ് ആണോ ഉണ്ടാക്കുക, അത് ലോങ് ടൈം ഡാമേജ് ഉണ്ടാക്കുമോ, അതല്ല ഒരു രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാകുകയാണെങ്കിൽ BJPക്ക് അത് ഗുണകരമാവുകയല്ലേ ചെയ്യുക? സത്യത്തിൽ ഡാമേജ് എന്നുള്ള രീതിക്ക് പറയാൻ പറ്റില്ല. ഇത് BJP എന്നുള്ള പാർട്ടി എന്നുള്ള രീതിക്കല്ല. ഞാൻ പറഞ്ഞല്ലോ, BJP പോലും
ഈ സംഗതി വന്നു കഴിഞ്ഞപ്പോൾ അവരെ റീപൊസിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇതിനാർക്കും തള്ളിക്കളയാൻ കഴിയില്ല ഇങ്ങനെ ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ RSSന്റെ ചീഫ് തന്നെ പറഞ്ഞില്ലേ, ജൻസികളെ നമ്മൾ അവരോടുള്ള പെരുമാറ്റത്തിലും ഇതിലൊക്കെ നമ്മൾ മാറ്റങ്ങൾ വരുത്തണമെന്നുള്ള. അപ്പോൾ ഇത് ഉൾക്കൊള്ളാണ്ട് ഇനി ഒരാൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പിന്നെ BJP എന്ന പാർട്ടി സർക്കാരിനെ സംബന്ധിച്ച് ഇതാവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡാമേജ് എന്നുള്ള സർക്കാരിനും റീപൊസിഷൻ ചെയ്യാനുള്ള ഒരു പ്രൈം മിനിസ്റ്ററുടെ തന്നെ സംവേദന രീതികൾ മാറി. അദ്ദേഹം ജൻസികളുമായിട്ട് അവരുടേതായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ സംസാരിക്കാനുള്ള ശ്രമങ്ങൾ അദ്ദേഹം തുടങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം തന്നെ മന്ത്രിമാരോട് ആവശ്യപ്പെട്ടു തുടങ്ങി ഇവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യണമെന്ന രീതിക്ക്. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിന് ഇതൊരു ഭയങ്കര ഒരു ഉണർത്ത് സംഭവം പോലെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ BJP നേരിട്ട ഏറ്റവും വലിയൊരു പ്രശ്നം കേന്ദ്രത്തിൽ അവർക്കൊരു പ്രോപ്പർ ഒപ്പോസിഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒരു പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. മോദി തന്നെ ഏതോ ഒരു സംഭാഷണത്തിൽ ആരോടോ പറഞ്ഞതായിട്ട് എനിക്കൊന്ന് അരുൺ ഷൂരിയാൻ കണ്ടാന്ന് തോന്നുന്നു, ഒരു സംഭാഷണത്തിൽ പറഞ്ഞതായിട്ട് പറയണ്ടേ അദ്ദേഹത്തിന് ഏറ്റവും വലിയ വിഷയം എന്താണ് അധികാരത്തിൽ എനിക്കൊരു പ്രോപ്പർ പ്രതിപക്ഷം ഇല്ല എന്നുള്ളത്. അപ്പം ഇതോടൊരു പ്രതിപക്ഷം ഒരു വോയിസ് വന്നു. മറ്റൊരു നേരത്തെ കോൺഗ്രസ് ആയിരുന്നെങ്കിലും ഏത് പാർട്ടി ആയിരുന്നെങ്കിലും BJP ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു ഒപ്പോസിഷനാണ് ഇന്ത്യയിൽ. അവർ അംഗീകരിക്കുകയില്ല, സർക്കാർ വന്നതേ നമ്മൾ അങ്ങനെ സംഭവം ഇവിടെ ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതിപക്ഷ അതേ ഒരു സമീപനം തിരിച്ചും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അല്ല ഒരു കൺസ്ട്രക്റ്റീവ് ഒപ്പോസിഷൻ എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നില്ല. പാറ്റാ സമരം വന്നു കഴിഞ്ഞപ്പം ഈ രീതിയിൽ ഒരു ഒപ്പോസിഷനായി. ഒരു മുഖ്യധാര പാർട്ടികളല്ലെങ്കിലും ഒപ്പോസിഷന് ഇവിടെ ഒരു വോയിസ് ഉണ്ട്. ഒപ്പോസിഷൻ വോയിസിനെ ഗവൺമെന്റ് അക്കോമഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത് രാജിവെക്കുക കൂടെ ചെയ്തതോടുകൂടി അത്തരത്തിലുള്ള ഒരു സംഭവം വന്നു എന്ന രീതിയിലേക്ക് വന്നു. അപ്പോൾ ഒരു ഒപ്പോസിഷൻ വോയിസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഡിസെന്റ് വന്നില്ലെങ്കിൽ ഒരു ഡെമോക്രസിക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഡിസെന്റ് ഒരു പ്രഷർ വാൾവ് പോലെയാണെന്ന് പറയാറുണ്ടല്ലോ, കുക്കറിൽ ഇത് വരുന്ന പോലെയാണ്. ഡിസെന്റ് ഇല്ലെങ്കിൽ ഇപ്പം ഡിസെന്റ് വന്ന സമയത്ത് ഇപ്പോൾ JNUവിൽ വലിയ രീതിയിൽ ഡിസെന്റ് വന്നു. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് ഒരു മിക്സഡ് സാധനം വന്നുകൊണ്ട് തന്നെ അതിനൊരു പ്രത്യേകിച്ച് ഒരു കൊഹീസീവ് സാധനമായിട്ട് ഇതാവാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിനൊരു ഒപ്പോസിഷൻ വോയിസ് ആയിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇതിൽ അങ്ങനെയായില്ല. ഇതിൽ ജൻസികൾ അതിനെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും യാതൊരു രീതിയിലുള്ള അവസരങ്ങളും വരാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് ഗവൺമെന്റ് ഇതിൽ രാജിവെക്കുകയും ചെയ്തതുകൊണ്ട് ഒരു പ്രതിപക്ഷ വോയിസിനോട് നിലനിൽക്കാൻ പറ്റും. പക്ഷെ എന്ന് കരുതി അത് BJPക്ക് ഗുണകരമാവും എന്നും പറയാൻ പറ്റില്ല. കാരണം BJP ആണ് സർക്കാരിലുള്ളത് എന്നുകൊണ്ട് സർക്കാരിനെതിരിലാണ് ഇത് വരുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ ചോദിക്കുന്നത്, ഭാവിയിലേക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന രീതിയിൽ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഓപ്പോസിഷന്റെ ആം ആദ്മി പാർട്ടി വന്നപ്പോൾ ഡൽഹിയിൽ കോൺഗ്രസ് ആണ് ഇല്ലാതായത്. അതുപോലെ ഒരു സാധ്യതയൊക്കെ ഇപ്പോൾ വീണ്ടും പ്രതിപക്ഷത്തിനാണോ ചോർച്ച കൂടുതൽ ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പാർട്ടി രൂപത്തിലേക്ക് പോവുകയാണെങ്കിൽ അതിപ്പം ടു ഏർലി ടു സേ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒന്നാമത് ഒരു പാർട്ടി ഉണ്ടാക്കുമെന്ന് നമുക്കിപ്പോഴും പറയാനായിട്ടില്ല. പാർട്ടി ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ അകത്ത് നിന്നവരിൽ എത്ര പേര് അതിനോട് ചേർന്ന് നിൽക്കും നമുക്ക് പറയാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ പറഞ്ഞില്ല, ആം ആദ്മി പാർട്ടി വരുമ്പം അതിന് ഒരു ഐഡിയോളജിയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അതിൽ കുറേ ഫിഗേഴ്സ് ഉള്ളത് കൊണ്ട് നമുക്ക് അവരുടെ ഒരു ബോഡി ഓഫ് വർക്ക് നമുക്കറിയാം. അപ്പോൾ അത് ഇവരെ എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അത്തരത്തിലുള്ള ഒന്നുമില്ല. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം അവർക്ക് കൊടുത്തൊരു അഷ്യൂറൻസ് ഉണ്ടായിരുന്നു, അതായത് നമ്മൾ കേസ് എടുക്കില്ല, അല്ലെങ്കിൽ നടപടി ഉണ്ടാവില്ല, പോലീസ് നടപടി ഉണ്ടാവില്ല. പക്ഷെ ഇപ്പോൾ പോലീസ് നടപടിയിലേക്ക് പോയി, പോലീസ് നടപടി തുടങ്ങി, പലരും അറസ്റ്റിലായി. ഇപ്പം അവർ ഇപ്പം തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് തന്ന വാക്ക് പാലിക്കപ്പെടുന്നില്ല എന്നുള്ള പരാതിയായിട്ട് അവർ വന്നു. പോലീസ് നടപടി എന്തായാലും ഉണ്ടാവില്ലേ? ഇത്തരം ഒരു സമരത്തിൻ്റെ തുടർച്ചയായിട്ട് അതുണ്ടാവാനുള്ള സാധ്യത കാണുന്നില്ലേ? എനിക്ക് തോന്നുന്നത് ഗവൺമെന്റ് പറഞ്ഞു ഇപ്പോൾ അത് റിട്ടേൺ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ ഒരുവിധപ്പെട്ട ഇപ്പം അസംബിൾ ചെയ്തു എന്നുള്ളത് കൊണ്ട് കണ്ടാൽ അറിയുന്ന ആളുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കേസ് എടുക്കുമല്ലോ ഒരു ക്രൗഡ് വരുമ്പോൾ. അപ്പം അത്തരത്തിലുള്ള കേസുകളൊക്കെ ഗവൺമെന്റ് തീർച്ചയായിട്ടും ഒഴിവാക്കി കൊടുക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കാരണം അത് അവർക്ക് ഗവൺമെന്റ് കൊടുത്ത വാക്കാണ്. പക്ഷെ എന്നാൽ ഈ പറഞ്ഞ പോലെ പ്രോപ്പർട്ടി നശിപ്പിക്കാതെ നമ്മൾ ഒത്തിരി വീഡിയോസ് കണ്ടല്ലോ, പോലീസ് വാഹനങ്ങളൊക്കെ തല്ലി തകർക്കുകയും ഇതാക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം അത്തരം സംഗതികളിൽ തീർച്ചയായിട്ടും ആ കേസൊന്നും ഗവൺമെന്റ് ഒഴിവാക്കി കൊടുക്കാനും ചാൻസ് ഇല്ല എന്നാണ് എനിക്ക്. അത് ജൻസികൾ മാത്രമായിക്കൊള്ളുന്നില്ല, അത് മുതലെടുക്കാൻ വന്ന ഒരു വിഭാഗം ഉണ്ടാവാം. അതെ, അത് അങ്ങനെ വരുന്നല്ലേ. അക്രമ സംഭവങ്ങൾ ഒരിക്കലും ഇതിൽ ഗവൺമെന്റ് ഒഴിവാക്കി കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എത്ര വാക്ക് കൊടുക്കും. പക്ഷെ എന്നാൽ ഗവൺമെന്റ് ഇതിൽ നിന്നുള്ളൊരു വാക്ക് കൊടുത്തിൽ നിന്ന് പിന്മാറുമെന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇതിൻ്റെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്ത രീതിയാണ്. ഇപ്പോൾ അവിടെ തന്നെ ഗോദി മീഡിയ എന്ന് പറഞ്ഞ് കളിയാക്കുകയും മെയിൻ സ്ട്രീം മാധ്യമങ്ങളെ ഓടിച്ചു വിടുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. അതേ സമയത്ത് തന്നെ ഈ സോഷ്യൽ മീഡിയ മൂവ്മെൻ്റ് ആണിത്. ശരിക്കും ഇത് സോഷ്യൽ മീഡിയയിലാണ് കൂടുതൽ പ്രചരിച്ചത്, ഡിജിറ്റൽ മീഡിയ ആണ് അവർ കൂടുതൽ ഉപയോഗിച്ചത്. അങ്ങനെയാണ് ഏത് മാധ്യമമായിരിക്കും ഇവർക്ക് ഏറ്റവും ക്രെഡിബിൾ ആയിട്ട് ഡിജിറ്റൽ മാധ്യമമാണ് നല്ലത് എന്ന് തോന്നിയുകൊണ്ടാണോ ഏത് മാധ്യമമായിരിക്കും ഇത്തരം മൂവ്മെൻറ്റിന് സൂട്ടബിൾ ആവുക എന്ന് ജനസികളുടെ ഇടയിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇതിന് ഒരു സ്വീകാര്യത കൂടുതൽ കിട്ടിയത്? ഇപ്പോൾ ഞാൻ തന്നെ ശ്രദ്ധിച്ചു, ഒന്ന് രണ്ട് ഇത് കൂടുതലായിട്ടും ഡിജിറ്റൽ മീഡിയ, ഇൻഡിപെൻഡൻറ്റ് മീഡിയ പ്ലാറ്റ്ഫോംസ് ആണ് ഇതിനെ കറക്റ്റ് ചെയ്ത് അവരുടെ ഒരു ഭാഗധേയം ഇതിൽ ഭയങ്കര നിർണായകമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവർ തന്നെ ഒരു വാൾ ഓഫ് ഫെയിം എന്നുള്ള രീതിയിൽ ഇത്തരം മാധ്യമ പ്രവർത്തകരുടെ
പേരും ചിത്രങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു പീക്ക് TV എന്നൊക്കെ പറഞ്ഞിട്ടൊരു പുതിയൊരു ജെൻസി മീഡിയ പ്ലാറ്റ്ഫോം, ഒരു സോഷ്യൽ മീഡിയ ഷോർട്ട് ഫോം വീഡിയോസിൻ്റെ ഫസ്റ്റ് ഇന്ത്യൻ പ്ലാറ്റ്ഫോം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നത്. അപ്പം അത്തരം സംഭവങ്ങളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അവരാണ് ഇതിനെ മൂവ്മെന്റിനെ പിടിച്ചു നിർത്തിയത് പോലും. മുഖ്യധാരാ മാധ്യമങ്ങൾ തുടക്കത്തിൽ ആ ഒരു രീതിക്ക് നിന്ന് മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു ഭാഷ പോലും അതിൽ വ്യത്യസ്തമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പാർട്ടികളെ പറഞ്ഞ പോലെയാണ്, പാർട്ടികൾ ഇതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാൻ ചോദിക്കുന്നത്. ചില പാർട്ടി നേതാക്കൾ ഉൾപ്പെടെ അവിടെ പോയിട്ട് ഇത് ഞങ്ങളാണ് അതിന്റെ ക്രെഡിറ്റ്, അത് ജനസികൾക്ക് പരിഹാസ്യമാണ്. അതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളും അതിനെ അന്ധമായിട്ട് എതിർക്കുന്നവരാണെങ്കിലും അന്ധമായിട്ട് പിന്തുണക്കുന്ന രണ്ടുപേരെയും ജനസികൾക്ക് പരിഹാസ്യമായിട്ട് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ അവരുടെ അതേ വേവ് ലെങ്ത്തിൽ ഇറങ്ങി നിന്നുകൊണ്ട് അവരെന്താണ് ആ ഒരു ജെന്യൂൻ കോസിനെ ഉയർത്തി കാണിച്ചത്, അതേ പൾസിൽ നിന്നുകൊണ്ട് അതിനെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഇത് കാര്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ തന്നെയാണ്. ഈ സമാന്തര മാധ്യമങ്ങളുടെ ഒരു സാധ്യത കൂടി തെളിയിക്കുന്നതാണ് ഈ സമരം എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും. അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ ഇല്ലെങ്കിലും സമരങ്ങൾ വിജയിക്കാം, അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് എത്താൻ ഞങ്ങൾക്ക് മാർഗങ്ങളുണ്ട് എന്ന് ജനസികൾ തെളിയിച്ചു എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. അപ്പോൾ ശരിക്കും ഇത്തരം മൂവ്മെന്റുകളൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞ് അതിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് പോകാറാണ് പതിവ്. ഇപ്പൊ നമുക്ക് ആം ആദ്മിയുടെ ഒരു വരവ് പറഞ്ഞു, അതിൽ തന്നെ ആം ആദ്മിക്ക് പക്ഷേ തുടർച്ചയുണ്ടായി. പല സ്റ്റേറ്റുകളിലേക്ക് പോകാൻ പറ്റി, പഞ്ചാബിലാവട്ടെ ഗുജറാത്തിലാവട്ടെ പല സ്റ്റേറ്റുകളിലേക്ക് അവർക്ക് സാന്നിധ്യം അറിയിക്കാൻ പറ്റി. അന്നത്തെ സമയത്ത് നിങ്ങളെല്ലാം കേരളത്തിൽ ഉൾപ്പെടെ ശ്രമിച്ചു, പല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു, നല്ലൊരു മൂവ്മെന്റ് ഉണ്ടാക്കി. പക്ഷേ അതിന്റെ ആ മൊമെന്റം നിലനിർത്താൻ പറ്റിയില്ല. പക്ഷെ ഇതിന്റെ ഒരു പാറ്റ വേവ് മറ്റു സ്ഥലത്തും ഉണ്ടാവാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? ഇനിയിപ്പോൾ അവർ എത്തനോൾ വിഷയത്തിൽ അവർ ഇടപെടും എന്നുള്ളത്, അവരല്ല എത്തനോൾ വിഷയത്തിൽ അത്തരത്തിലൊരു മൂവ്മെന്റ് ഉണ്ടാക്കി കൊണ്ടുവരാനുള്ള ഒരു ശ്രമമുണ്ട്. പക്ഷെ അത് എത്രത്തോളം പോസിബിൾ നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ഇത് പറയുന്നത് ജനങ്ങളുടെ സൈക്കി അല്ലെങ്കിൽ അവരുടെ കോൺഷ്യൻസിനെ പ്രിക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോഴാണ് ഇത്തരം സംഗതികൾ വരുന്നത്. പിന്നെ അത് എങ്ങനെ ചാനലൈസ് ചെയ്യപ്പെടുന്നു എന്നൊന്നും നമുക്കൊന്നും ഇതിൽ പറയാൻ പറ്റില്ല. പിന്നെ ഇന്ത്യയിൽ ഈ പറഞ്ഞ പോലെ മറ്റ് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾക്ക് കൂടുതലായിട്ട് ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ അത്തരത്തിലുള്ള അതിനെ നോക്കിക്കാണുന്ന രീതിയിലുള്ള വലിയൊരു സംവിധാനം വേറെ തന്നെ ഉള്ളതുകൊണ്ട്. എന്നാൽ ഇത് ഡൈ ഡൗൺ ചെയ്യുകയുമില്ല. ഇതിൻ്റെ ഇപ്പോൾ അവർ കേസ് എടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. വാക്ക് ഗവൺമെന്റ് പാലിക്കണം എന്ന് പറഞ്ഞാൽ അവർ അതിനെ ഒരു മൊമെന്റം ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പാർട്ടിയുടെ പിറകിലുള്ള ആളുകൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒരു ടു ഏർലി ടു സേ എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ തന്നെ നമ്മൾ സമരത്തെക്കുറിച്ച് പറയുമ്പോഴേ, സമരം ഒരു ന്യായമായ ആവശ്യങ്ങൾ മുൻനിർത്തിയായിരുന്നു. പക്ഷേ ഈ സമരത്തെ മുതലെടുക്കാൻ ശ്രമിച്ച ആളുകൾ പല സ്ഥലത്തുനിന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പുറത്തുനിന്ന് ആളുകൾ വന്ന് സമരം. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ കണ്ടു, ഒരു കമ്പനിയിലെ ജീവനക്കാരെ പറഞ്ഞു വിട്ടു. ഇത്തരം രീതികൾ നമുക്ക് ഇത് ഒരു അഭിലഷണീയമായിട്ടുള്ള സംഗതി ആയിട്ടാണോ തോന്നുന്നത്? മാത്രമല്ല ഇത് ഇത്തരം സമരങ്ങളെ ഭാവിയിൽ സംശയത്തോടെ നോക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കില്ലേ? അപ്പോൾ ഫണ്ട് വന്നു എന്നുള്ള രീതിയിൽ നമ്മൾ സംശയിക്കുമ്പോൾ ഇത്ര ആളുകളെ പറഞ്ഞു വിട്ടു, അപ്പോൾ ഫണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ആരോപണങ്ങൾ ഇപ്പോൾ സർക്കാരും അല്ലെങ്കിൽ BJPയും എല്ലാം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് തെളിയല്ലേ? അത് രണ്ട് രീതിക്കും അതിനെ നോക്കിക്കാണാം. ഇപ്പം ഞാൻ പറഞ്ഞത് പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിലും ഇത്തരത്തിലുള്ള മറ്റ് എലമെൻറ്റ്സ് ആണെങ്കിലും ഇതിൽ വന്ന് കയറി കൂടുന്നതും ഏറെ പരിഹാസ്യമാണ്. ഇപ്പം നേരെ തിരിച്ചു പോലും ഇപ്പം TG മോഹൻദാസ് പറഞ്ഞതില്ലേ, ഇതെല്ലാം പോയിട്ട് അങ്ങനെ ഇതിനെ അന്ധമായിട്ട് എതിർക്കുന്നതാണെങ്കിൽ രണ്ടും ഇവരെ സംബന്ധിച്ച് ഏറെ പരിഹാസ്യമായിട്ടൊരു സംഗതിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇതിൽ ഇപ്പം ഇൻക്ലൂഡിങ് ഇപ്പോൾ കോൺഗ്രസ് ആണെങ്കിൽ പോലും CPM ഇവരൊക്കെ ഇതിനെ ഭയങ്കരമായിട്ട് അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരുപാട് എലമെന്റ്സ് ഇതിൽ കയറി ഇതിപ്പോൾ മോദിനെ താഴെ ഇറക്കാനുള്ള ഒരു സമരമാണ് എന്ന രീതിയിലാണ് പലരും കണ്ടത്. ഇപ്പം താങ്കൾ തന്നെ സൂചിപ്പിച്ചിട്ടുള്ള ഈ ഗൾഫിൽ നിന്നൊക്കെ ഒരു ഗ്രൂപ്പ് വരുന്ന ഇവർ വിചാരിക്കുന്നത് എന്തോ മോദിനെ താഴെ ഇറക്കാനുള്ള എന്തോ ഒരു സമരമായിരിക്കാം എന്ന രീതിയിലായിരിക്കും. കേരളത്തിൽ ഒരുപാട് പേര് ആ രീതിക്ക് കയറിപ്പോയി. അതൊക്കെ വളരെ പറയുന്നത് അവർക്ക് അങ്ങനെയുള്ള ഒരു അജണ്ടയും ഇതിലില്ല. അവർ വളരെ ജെന്യൂൻ ആയിട്ടുള്ള എക്സാം പേപ്പർ ലീക്ക് എന്നുള്ളത് വലിയൊരു വിഷയമാണ്. പ്രത്യേകിച്ച് കോമ്പറ്റീറ്റീവ് എക്സാം ജൻസികൾക്ക് കൊടുക്കുന്നൊരു പ്രഷർ, അതിലൊരു സിസ്റ്റം ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അത് അക്കൗണ്ടബിൾ ആവണം ആരെങ്കിലും ഒരാൾ. അത് ഒരു ഗവൺമെൻറ് ഇവിടെ ഉള്ളപ്പോൾ ആ ഗവൺമെൻറ്റിലെ എഡ്യൂക്കേഷൻ്റെ പോർട്ട്ഫോളിയോയുള്ള മന്ത്രി അതിൽ രാജിവെക്കണം. അത് അക്കൗണ്ടബിലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ സിസ്റ്റം ഫിക്സ് ചെയ്യണം. അപ്പോൾ അത് കേവലം ആ സ്റ്റുഡൻസിന് മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. കാരണം ഇത്തരത്തിൽ പേപ്പർ ലീക്കിലൂടെയാണ് ഒരു ഡോക്ടർ ഉണ്ടായി വരുന്നെങ്കിൽ നാളെ നമ്മളെ ചികിത്സിക്കാനും നമുക്ക് സർജറി ചെയ്യാനുള്ള ഡോക്ടറാണ്. അപ്പോൾ അത് ഒരു എഫിഷ്യൻ്റ് അല്ലാത്ത ഒരാളാണ് അവിടെ വരുന്നതെങ്കിൽ അത് നമ്മളെയും കൂടെ ബാധിക്കുന്ന വിഷയം. ആ രീതിക്ക് എല്ലാവർക്കും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ ഇതിൽ പ്രശ്നം എന്ന് വെച്ചാൽ ഓൾറെഡി ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തതിന് ശേഷമാണ് ഈ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വേണേൽ നമുക്ക് പറഞ്ഞൂടെ? കാരണം ധർമ്മേന്ദ്ര പ്രധാൻ ഇതിൻ്റെ സ്റ്റെപ്സൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു, പക്ഷെ പിന്നീട് അവർ ഉന്നയിച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി എന്നുള്ളത് മാത്രമായിരുന്നു. ഓക്കെ, അത് മാറ്റി നിർത്താം. ഞാൻ ഓൾറെഡി സർക്കാർ ഈ സ്റ്റെപ്സ് എടുത്തതിന് ശേഷമാണ് സമരം മൂർച്ഛിച്ചത് അല്ലെങ്കിൽ ആ ലെവലിലേക്ക് എത്തിയത്. അതൊരു അക്കൗണ്ടബിലിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു സംഭവമായിരുന്നത്. കാരണം അത് ആ മിനിസ്റ്റർ, ഹയസ്റ്റ് ഇതിലുള്ള മിനിസ്റ്റർ തന്നെ രാജിവെച്ചെങ്കിൽ അവർ അക്കൗണ്ടബിലിറ്റി നമുക്ക് ഫീൽ ചെയ്യും എന്നൊരു രീതിയിലേക്ക് അത് വന്നതുകൊണ്ടാണ്. കാരണം ഇന്ത്യയിൽ രാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത്ര വലിയൊരു കീറാമുട്ടിയായിട്ട് നിൽക്കുന്ന ഒരു സംഭവമല്ല. ഒരു റെയിൽവേ ആക്സിഡന്റ് വന്നിപ്പോൾ തന്നെ റെയിൽവേ മന്ത്രി രാജിവെച്ച ചരിത്രമുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ അതിൽ എഡ്യൂക്കേഷനിൽ ഒരു സിസ്റ്റം ഫെയിലിയർ വന്നു, പേപ്പർ ലീക്ക് വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നു, ഇത്രയും കുട്ടികൾ അതിൽ മരിക്കേണ്ടി വന്നു. അപ്പോൾ അത് ഈവൻ അതിനു മുമ്പ് തന്നെ വിദ്യാഭ്യാസ സെക്രട്ടറി വരെ മാറ്റിയല്ലോ, ഉദ്യോഗസ്ഥരെല്ലാം മാറ്റി. അപ്പം അത്ര സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഇതിൽ അക്കൗണ്ടബിലിറ്റി എടുക്കണം എന്നൊരു സംഗതി വരികയും അദ്ദേഹം തന്നെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ ആ രീതിക്കാണല്ലോ അത് പറഞ്ഞത്. ഞാൻ ഇത് മറ്റു രീതികളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജിവെക്കുന്ന അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഇത് അക്കൗണ്ടബിലിറ്റി എടുക്കണം, ഇല്ലെങ്കിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല, അതൊരു പൊളിറ്റിക്കൽ മെസ്സേജ് പോകണം, ഇത് ഞങ്ങൾ ഫിക്സ് ചെയ്യും എന്നുള്ള രീതിക്ക് വന്നുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് പറയുമ്പോൾ തന്നെ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ നടക്കുന്നു, പക്ഷെ ഇതൊന്നും ലക്ഷ്യം കാണാതെ പോവുകയല്ലേ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതേ പ്രതിപക്ഷവും ഭരണപക്ഷവും അവിടെ പോയിട്ട് സമരം ചെയ്യുകയും ഇവിടെ അവരുടെ മുന്നിൽ ഇപ്പോൾ പി എസ് സി നമുക്ക് നേരത്തെ മുതലേ സംശയം മുന്നിലാണ് PSC, ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടി, എന്നിട്ടും നമുക്ക് ഇവിടെ ഒരു സൊല്യൂഷൻ ഇല്ല, അവിടെ പോയിട്ട് അവരുടെ കൂടെ സമരം ചെയ്യുന്ന ഒരു പരിഹാസ്യത ഇല്ലേ? അത് ജൻസികൾ ഓരോരുത്തരും ഇപ്പം ഞാനൊരു ഒരു വീഡിയോ കണ്ടു, ഇവിടെ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറയുന്ന ആ കുട്ടി, ഇത് ഇവരുടെ ഒരു സോഷ്യൽ മീഡിയ വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കുട്ടിയാണ്. അവരൊരു പാലം. അപ്പൊ അതുപോലെ ഓരോരുത്തരും പാർട്ടിയായിട്ട് മാറണം എന്നുള്ളതാണ് ഇതിന്റെ സന്ദേശം. അതാണ്. അല്ലാതെ ഇത് ഡൽഹിയിൽ ഒരു സമരം നടന്നു, ഇത് എന്തോ മോദിയെ താഴെ ഇറക്കാനുള്ള സമരമാണെന്നുള്ള രീതിക്ക് പോകുന്ന ഒരു സംഭവമല്ല. അല്ലെങ്കിൽ ഇതെന്തോ TG പറയുന്ന പോലെ ഇത് എന്തോ വെടിവെച്ച് കൊല്ലേണ്ട ആളുകളല്ല ഇതൊരു മൂവ്മെൻ്റാണ്. ഇത് ഓരോരുത്തരും ഇത്തരത്തിൽ രീതിയിലുള്ള സംഭവങ്ങളായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളതാണ്. അപ്പം ഇപ്പം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും ഒരു സംഭവം കാണുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യണം, അതിനെതിരെ പ്രതികരണങ്ങൾ ഉണ്ടാവണം. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റയിലൊക്കെ ആളുകൾ വളരെ അരാഷ്ട്രീയമായിട്ടുള്ള സംഗതികളും ഈ പറഞ്ഞ പോലെ ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ ഇത്തരം സംഗതികൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. വൈറൽ കണ്ടന്റ് ഉണ്ടാക്കുന്ന ഇതിൽ കുറേ കോമിക് സാധനങ്ങൾ വരുന്നുള്ളൂ. അത് നമ്മൾ സിറ്റിസൺ ജേർണലിസത്തിൻ്റെ രീതിയിലേക്ക് അതിനെ മാറ്റുകയും ഈ പറഞ്ഞ പോലെ നമ്മുടെ പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാനുള്ള ജൻസികളുടെ കാര്യം, അതും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാധനം. ഇപ്പോൾ കേരളത്തിൽ PSC ആണ് നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ പാർട്ടികളായിട്ട് മാറേണ്ട സംഗതി. അപ്പൊ അത് ഇതാക്കാണ്ട് അതാ പറഞ്ഞത്. അപ്പം ഇത് കാണാതെ അവിടത്തേക്ക് മാത്രം നോക്കി നിൽക്കുന്ന ആളുകളും ഇതിലെന്തെങ്കിലും വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വെച്ച് അവിടെ പോകും, ഇതിനെ പൊളിറ്റിക്കല് ഇതൊക്കെ തിരിച്ചറിയാനുള്ള ബുദ്ധിയും കൂടെ ജൻസികൾക്ക് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരതിനെ പരിഹാസ്യമായിട്ടേ കാണുള്ളൂ. ഈ പാറ്റ സമരം ഒരു സർക്കാരിന്, സെൻട്രൽ ഗവൺമെന്റിന് ശരിക്കും ഒരു ട്രീറ്റ്മെന്റ് ആണ് എന്ന് കരുതാമോ? കാരണം സർക്കാർ കഴിഞ്ഞ ഈ 2024 റിസൾട്ട് പോലും BJPക്ക് ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്നാണ് പലരും പറഞ്ഞത്. കാരണം ജനങ്ങളിൽ നകന്നു പോകുന്നുണ്ടോ എന്നൊരു തോന്നൽ വന്നപ്പോൾ ഭൂരിപക്ഷം കുറച്ചു. പക്ഷേ പ്രതിപക്ഷം അത്രയും ആപ്റ്റല്ല, അതുകൊണ്ട് നിങ്ങൾ തന്നെ ഭരിച്ചോ, പക്ഷേ നിങ്ങളത്ര ഇതിൽ പോകരുത്, നിങ്ങളിവിടെ ഉണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇതും അതുപോലൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് വിലയിരുത്താൻ പറ്റുമോ? ഷോക്ക് ട്രീറ്റ്മെൻ്റ് എന്നല്ല, തീർച്ചയായിട്ടും അതിൽ നിന്ന് ഗവൺമെൻറ്റിന് ഒരു ലെസൺ എടുക്കാനുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂ കൂടെയാണ്. കാരണം ഇതിൽ BJP വരുന്ന നമുക്ക് സമയത്ത് നമുക്ക് ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ മൂവ്മെൻറ്റിൻ്റെയും കൂടെ ഭാഗമായിട്ടാണല്ലോ BJP വരുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കറിയാം, അത് ആ സമയത്ത് ഈ പറഞ്ഞ വാട്സാപ്പ് സമയമായിരുന്നു, വാട്സാപ്പിൻ്റെയും ഫേസ്ബുക്കിൻ്റെയും ആ ഒരു ജനറേഷൻ. അപ്പോൾ അതിൽ സാമ്പ്രദായിക മാധ്യമങ്ങൾക്ക്, മുഖ്യധാര മാധ്യമങ്ങൾക്ക് അപ്പുറത്തേക്ക് ആളുകൾക്ക് ഇൻഫർമേഷൻ കിട്ടാൻ, ഒരു കളക്റ്റീവ് കോൺഷ്യൻസ് ഫോം ചെയ്യാനൊക്കെ അത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഒത്തിരി മിസ്ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് ആ സമയത്ത്, അത് വേറെ കാര്യം. എങ്കിൽ പോലും ഒരു കളക്റ്റീവ് സാധനം രൂപപ്പെടുന്നതിൽ അത് വലിയ ഒരു ജനറേഷൻ രൂപപ്പെടുന്നതിൽ അത് വലിയ നിർണായകമായിട്ടുള്ളൊരു സ്വാധീനം അതിനുണ്ടായിരുന്നു. അതേ സമയം ഇപ്പോൾ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം ജനറേഷനാണ് വരുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാം ജനറേഷനിൽ എങ്ങനെയാണ് അവരുടെ ലാംഗ്വേജ് എന്താണ്, അവരുടെ നീഡ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാനും, അവരുടെ ഭാഷയിൽ എങ്ങനെ സംസാരിക്കാം, അവർക്ക് എങ്ങനെ കൂടുതൽ റെപ്രസെൻറ്റേഷൻ കൊടുക്കാം, അവരുടെ ഇഷ്യൂ എന്താണ് എന്നുള്ളത് കൂടുതൽ പഠിക്കാനും അതിന് സംവദിക്കാനുള്ള രീതിയിലേക്ക് ഗവൺമെൻറ് വരേണ്ടതുണ്ട്. ഗവൺമെൻറ് എന്ന് മാത്രമല്ല എല്ലാ പാർട്ടീസും എല്ലാവരും വരേണ്ടതുണ്ട് എന്നുള്ളതിൻ്റെ ഒരു മേജർ ലെസണാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. അത് ആരതിനെ ടാപ്പ് ചെയ്യുന്നോ എന്ന് വെച്ചാൽ അതിലേക്കാണ് ഇനി കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ള രീതിക്കായിരിക്കും. അതൊരു ഡാമേജ് എന്നുള്ള രീതിക്കല്ല ഞാൻ പറയുന്നത്. അതിപ്പോൾ ഒപ്പോസിഷൻ ആണെങ്കിലും ഗവൺമെൻറ് ആണെങ്കിലും ഒന്നും ഒരു ഡാമേജ് അല്ലെങ്കിൽ ആ രീതിക്ക് എല്ലാവർക്കും ഇതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. ഇവരിലേക്ക് റീച്ച് ഔട്ട് ചെയ്യാനുള്ള രീതി എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് പോകാനുള്ള ഒരു സംഭവങ്ങളാണ് അതിലുള്ളത്.